നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊടുവിൽ ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. 2 കേസിലും ജാമ്യം കിട്ടിയതോടെ പോറ്റി ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ നിയമപരമായി അർഹതപ്പെട്ട സ്വാഭാവിക ജാമ്യമാണ് പോറ്റിക്ക് 2 കേസിലും കിട്ടിയത്. 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഹാജരാകുക, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കേരളത്തിന് പുറത്ത് പോകരുത്. ഈ ഉപാധികളോടെയാണ് കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കവർന്ന കേസിൽ പോറ്റിക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജാമ്യം കിട്ടുന്ന 4ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവർക്കാണ് സ്വാഭാവിക ജാമ്യം കിട്ടിയത് നേരത്തെ. എന്നാൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി 43-ാം ദിവസം കോടതി ജാമ്യം നൽകി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് ഇവരെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. തന്ത്രിയുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടിയിട്ടുണ്ട്. എന്തായാലും പോറ്റിക്ക് നിലവിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു. എങ്കിലും പോറ്റിയെ വിടാതെ ED പിന്നാലെയുണ്ട്. ഈ പോറ്റിയെ കുരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പോറ്റി ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്നതിനായുള്ള സമൻസ് നൽകും. ED ഉദ്യോഗസ്ഥർ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. കൊച്ചിയിലെ ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാകും ചോദ്യം ചെയ്യുക. കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയെത്തിയത്. ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം കിട്ടുമെന്നാണ് സൂചന. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ 3 പ്രതികൾക്കും ഇതിനോടകം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. എന്നാൽ റിമാൻഡിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം നൽകിയത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ അണിയറ ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കാനുള്ള ഒരുക്കത്തിലാണ് ED. പ്രതികളുടെ രഹസ്യ സാമ്പത്തിക ഇടപാടുകൾ, ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശേഖരിക്കുക. മുരാരി ബാബുവിന് പിന്നാലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും നടപടികൾ തുടങ്ങി. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് കേന്ദ്രീകരിച്ചാണ് EDയുടെ അന്വേഷണം. ജനുവരി 20-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെ 21 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും തെളിവുകളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന ദൗത്യം പൂർത്തിയായിട്ടില്ല. കിട്ടിയ രേഖകളുടെ ആധികാരികത, അനുബന്ധ വിവരങ്ങൾ, ഇവയുമായി ബന്ധമുള്ളവർ തുടങ്ങിയ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രതികളുടെ 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിനാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ പോറ്റിക്ക് അടക്കം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം ആശങ്കകൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതായത് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയതിൽ ആശങ്ക വേണ്ടെന്നും സ്വാഭാവിക ജാമ്യം കിട്ടിയതുകൊണ്ട് കേസിൽ ഉൾപ്പെട്ടുള്ള കുറ്റവാളികളാരും രക്ഷപ്പെടില്ലെന്നും കോടതി പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഈ അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയത്. SIT അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത ഏറ്റവും മികച്ചതാണ്. കൊലപാതകം, മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഈ കേസിലേതെന്നും മാത്രമല്ല അതിസങ്കീർണമായ അസാധാരണമായ കേസാണിതെന്നും കൊള്ളയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.